പുതിയതായിട്ട് ഡ്രസ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ പറ്റുന്ന മിസ്റ്റേക്ക് ആണ് ശരിയായ രീതിയിൽ സ്റ്റോക്ക് മാനേജ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. വീണ്ടും വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങളെ വലിയൊരു പരാജയത്തിലോട്ട് തന്നെ തള്ളിവിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പോലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് 20,000 റുപ്പീസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരിക്കലും ആ ഒരു 20,000 റുപ്പീസിന് മുഴുവൻ പോയിട്ട് നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളും എടുക്കരുത്. മാക്സിമം 5,000 റുപ്പീസിന് മാത്രം എടുക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം മനസ്സിലാക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ 5,000 റുപ്പീസിന് നമ്മൾ സ്റ്റോക്ക് എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് കാറ്റഗറി പ്രോഡക്ട്സ് ആണ് നമ്മളുടെ കസ്റ്റമേഴ്സിന് ആവശ്യം, അവർ ഏത് ടൈപ്പാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് വീണ്ടും നമ്മൾ 5,000 എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അതല്ല, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20,000 എടുക്കുകയാണെങ്കിലോ, ഇപ്പോൾ നിങ്ങൾ ജോർജറ്റി മെറ്റീരിയലിന്റെ കുർത്തീസ് 20,000 എടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു പക്ഷേ ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആഗ്രഹം ഇപ്പൊ നല്ല കോട്ടൺ കുർത്തീസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അവിടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുൾ എമൗണ്ടിന് പ്രോഡക്റ്റ് വാങ്ങാതെ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു 10,000 റുപ്പീസിന് സ്റ്റോക്ക് എടുത്തു. എന്നിട്ട് ഇപ്പോൾ കുറച്ച് പ്രോഡക്ട്സ് വിറ്റുപോയി. ഇപ്പോൾ 5,000 പ്രോഡക്റ്റിന്റെ പ്രോഡക്ട്സ് ആണ് വിറ്റുപോയുള്ളൂ എങ്കിലും വീണ്ടും നമ്മൾ 20,000 വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാതെ എത്രയാണോ വിറ്റുപോയിട്ടുള്ളത് അത് വീണ്ടും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്ത് പോവുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ മെല്ലെ 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 വളർത്തിക്കൊണ്ട് വരേണ്ടത്. പ്രോഫിറ്റ് നമ്മളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് എന്ന രീതിയിൽ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് നാൾ എടുക്കും. അപ്പോൾ നമ്മളുടെ ബിസിനസ് നിങ്ങൾക്ക് വളർത്താനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും വെളിയിൽ നിന്ന് പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അത് വലിയൊരു പരാജയത്തിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ വീണ്ടും നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും എടുത്തിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളുടെ അടുത്ത് പ്രോഡക്റ്റ് കൂടി വരും. അത് വിറ്റ് പോകാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ വാങ്ങിച്ച പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും വിറ്റ് അതിന്റെ പ്രോഫിറ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ടൈം സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രിക്സും ടിപ്സും എല്ലാം നമ്മളുടെ ട്രെയിനിങ് സെക്ഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചേർന്ന് ഡ്രസ് ബിസിനസ് ചെയ്യാം. ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക കേട്ടോ.